ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ്. ഇവിടുത്തെ ഒരു അറ്റ്ലാന്റ താമസിക്കുന്ന ഒരു മലയാളി. അപ്പോൾ ഞാൻ 2015 ആദ്യമായിട്ട് ഇവിടെ വന്ന് ബൈക്കൊക്കെ വാങ്ങിച്ചത്. സോ പല ആൾക്കാരും ഇപ്പോൾ യൂഷ്വലി ഇവിടെ അമേരിക്കയിൽ ഇവിടെ ഇതുപോലത്തെ H1B വിസയിൽ വരുന്ന നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരും നമ്മുടെ കൂടെ വന്ന ആൾക്കാരും എല്ലാവരും ഭയങ്കര കൺസർവേറ്റീവാണ്. യൂഷ്വലി ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ കുറേയധികം കൺസർവേറ്റീവാണ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വരുമ്പം ആദ്യം അവർ നമുക്ക് കുറേ ഇതുപോലത്തെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസ്, ലൈക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്തുകൂടാത്തതെന്നൊക്കെയുള്ള ഒരു അലിഖിതമായ ഒരു നിയമങ്ങളുണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ എന്തായാലും ഒരു 2-3 മോഡൽ ഓഫ് കാർ ഉണ്ട്. ഒന്ന് ടൊയോട്ട ക്യാംറി, പിന്നെ അക്കോർഡ് ഒരു ഹയർ എൻഡാണ്. അല്ലെങ്കിൽ മാക്സിമം എല്ലാവരും എന്ന് വെച്ചാൽ കുറേ ഈ പഴകി ദ്രവിച്ച ഈ നമ്മുടെ കൊറോള അല്ലെങ്കിൽ സിവിക്ക് ഇതുപോലത്തെ കാറല്ലാതെ വേറെ ഒന്നും അവർ ചൂസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻസ് ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈക്കൊന്നും എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തേ ഇല്ല. അപ്പം ഞാനങ്ങനെ പക്ഷെ ഞാനിവിടെ ഇന്ത്യയിൽ ഞാനൊരു വലിയ ബൈക്കറാണെന്നൊന്നുമല്ല. പക്ഷേ എന്തോ നമുക്ക് ബൈക്ക് ഒരു കൊച്ചിലെ തൊട്ടേ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പം ഒരു പ്രത്യേക ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതുമാതിരി എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ഓഫ് ലിബറേഷൻ മാതിരിയാണ് നമുക്ക്. ഇപ്പോൾ ഈ ബൈക്കിൻ്റെ അകത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കൊച്ചിലെ അങ്ങനെ വലിയ ഈ ഫിനാൻഷ്യലി വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല നമ്മുടെ കുടുംബം. ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ എല്ലാം ചെയ്ത ഒരു ഫാമിലിയാണ് നമ്മുടെ. അപ്പം നമുക്ക് നമ്മുടെ കുറച്ച് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ സ്വീറ്റ്സ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ബേക്കറിയിലൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ബിസിനസ് ഉപാധി എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് ബൈക്സൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ എല്ലാം കൂടുതലും മറ്റേ ബജാജ് M80 മീൻ വണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ബജാജ് M80. അതൊരു 2 സ്ട്രോക്ക് അറൗണ്ട് ലൈക്ക് 80cc 2 സ്ട്രോക്ക്. പക്ഷേ ഈ 2 സ്ട്രോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻജിൻ ഓൾദോ അതൊരു 7-8 bhp താഴെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദ വേ ഇറ്റ് മേക്സ് ഇറ്റ് പവർ എന്ന് വെച്ചാൽ ഓൾ ഔട്ട് ഫുള്ള് നമുക്ക് ഇറ്റ് വിൽ ഫീൽ മച്ച് മോർ ഫാസ്റ്റർ ദാൻ ഇറ്റ് ആക്ച്വലി ഈസ്. ഇപ്പം നമ്മൾ കൊട്ടാരക്കരയാണ് നമ്മുടെ ഈ ജനനസ്ഥലം. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ ഇതുപോലെ അവിടെ അടുത്തുള്ള കുറേ 10-20 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലത്തൊക്കെ ബേക്കറിയിലൊക്കെ എല്ലാം നമ്മൾ സാധനമൊക്കെ കൊണ്ടു കൊടുക്കും. അതിരാവിലെ എണീക്കണം. അപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് ലൈസൻസ് പോലും ഇല്ല. പക്ഷേ ലൈക്ക് വേറെ ഒന്നും വലിയ പ്രശ്നമൊന്നും അങ്ങനെ ചെക്കിങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അടുത്ത ചെറിയ ഗ്രാമങ്ങളായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഇപ്പോൾ രാവിലെ ഒരു 5-6 മണിക്ക് നമ്മൾ ബൈക്ക് എടുക്കും. അപ്പം ബാക്കിലൊരു 10-20-30 കിലോയുടെ ഈ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ഓൾ ഔട്ട് നമുക്കതിന് മാക്സിമം ആക്സലറേഷൻ 3 ഗിയറേ ഉണ്ടായിരുന്നുള്ളൂ ആ വണ്ടിക്ക്. അപ്പം 3ാമത്തെ ഗിയറിൽ വണ്ടി ഇങ്ങനെ അതിനെ കൊടുക്കാൻ പറ്റാവുന്നതിൻ്റെ അങ്ങ് അറ്റത്തെ പെർഫോമൻസ് കൊടുക്കും. എന്നാലും യു വിൽ നോട്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് റണ്ണിങ് ഔട്ട് ഓഫ് ബ്രെത്ത്. അപ്പം അതൊരു 2 സ്ട്രോക്കിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. എന്ന് വെച്ചാൽ ഓൾദോ അതിൻ്റെ RPMൻ്റെ എൻഡ് റീച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ സ്റ്റിൽ മേക്ക് യു ഫീൽ ആസ് ഇഫ് ഇറ്റ് ഹാസ് മോർ ടു ഗിവ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അന്നൊരു ദിവസം നമ്മളിതുപോലെ ഈ ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഒരു മറ്റേ MC റോഡാണ്. MC റോഡ് മെയിൻ ക്രോസ് റോഡ്. അത് ഓൾ ദ വേ ഫ്രം കോട്ടയം ടു ട്രിവാൻഡ്രം. അപ്പം നല്ലൊരു റോഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഐ എം ദ ഫാസ്റ്റസ്റ്റ് കിഡ് ഓൺ ദ ബ്ലോക്ക്. നല്ല ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുമ്പോഴാണ് ഒരുത്തൻ ബാക്കിലൊരു CBC ആണ്. അവൻ വന്ന് ഹീ ജസ്റ്റ് ടുക്ക് ഓഫ്. അവനെ എനിക്ക് കാണാൻ പോലും പൊടി പോലും കിട്ടിയില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദർ ഇസ് ദിസ് തിങ് കോൾ പെർഫോമൻസ് ബൈക്ക്. ഇപ്പോൾ നമ്മൾ ഈ കമ്മ്യൂട്ടർ ബൈക്സിലൊക്കെ ആയിരുന്നു നമ്മളുടെ ആ സമയത്തെ ഉള്ള ഒരു കളി. കമ്മ്യൂട്ടർ ബൈക്സിൽ തന്നെ ഏറ്റവും ലോ എൻഡ് വേരിയൻ്റൊക്കെ ആയിരുന്നു നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നത്. സോ എന്നിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ഭയങ്കര പവർഫുൾ ബൈക്ക് ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, ശബരി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പം ശബരിയുടെ ഒരു RX 135G ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ലാവിഷ് പയ്യനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു നമ്മുടെ ഒരു സ്പോൺസർ. അപ്പോൾ നമ്മളവിടെ കുറേ കുട്ടികളൊക്കെ എല്ലാം ഇങ്ങനെ കൂട്ടമായിട്ട് നിന്നിട്ട് നമ്മൾ ഇങ്ങനെ എൻട്രൻസ് ഒക്കെ പഠിക്കുന്ന കാലമായിരുന്നു.
അപ്പം ഈ പുള്ളിക്കാരനാണ് നമ്മുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പയ്യൻ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ലോ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു, ശബരി. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അളിയ ഷൗട്ട് ഔട്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് മീ റൈഡ് യുവർ RX 135G. ഞാൻ എൻ്റെ ലൈഫിൽ വെച്ചിട്ട് അത്രയും പവർഫുള്ളായിട്ടുള്ള ബൈക്ക് ഓടിക്കുന്നത് അന്ന് ആദ്യമാണ്. പക്ഷേ ബൈ അമേരിക്കൻ ഓർ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് അതൊക്കെ ഒന്നുമേ അല്ല. അതായത് ഇവിടെ ഈ സോ കോൾഡ് ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് എന്ന് പറയുന്നത് ഒരു 300-400 cc ഒക്കെയാണ് ബെയർ മിനിമം ഈ ബിഗിനർ ബൈക്ക് എന്ന് പറയുന്നത്. പക്ഷേ ദിസ് തിങ് RX 135 വാസ് ജസ്റ്റ് ലൈക്ക് അണ്ടർ 150 cc ബൈക്ക്. ആൻഡ് അതൊരു ഏകദേശം ഒരു 10-14 bhp എന്തോ ഉണ്ടാക്കുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഒരു റെഫറൻസ് പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയത്തില്ലേ, അതായത് ഒരു കാര്യം ഈ ഒരു വര വലുതാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട, നിങ്ങൾ അതിൻ്റെ അടുത്ത് ഒരു വലിയ വരയോ ഒരു ചെറിയ വരയോ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ റിലേറ്റീവ്, റൈറ്റ്? നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ്, അതിൻ്റെ ഒരു റെഫറൻസ് പോയിൻ്റ് വെച്ചിട്ടാണ് ഒരു കാര്യത്തിൻ്റെ വലിപ്പവും ചെറുപ്പവും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എൻ്റെ ഒരു റെഫറൻസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബജാജ് M80 ഒരു 80 cc ഒരു 2 സ്ട്രോക്ക് മെഷീനാണ്. അപ്പോൾ അതിൽ ആലോചിച്ച് നോക്കണം, 2 സ്ട്രോക്ക് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 70 km/h. സോ ഇൻ ടേംസ് ഓഫ് മൈൽസ് പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു 30 or 40 miles per hour ആണ് അതിൻ്റെ മാക്സിമം സ്പീഡ്. അപ്പം അത് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അത് ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെഷീനായിട്ട് തോന്നും. പക്ഷേ അതിനുശേഷം അടുത്ത RX 135 ഓടിച്ച് നോക്കുമ്പം അതായത് 2 ഇരട്ടി പവർ, ഓക്കെ, ഓൾമോസ്റ്റ് 2 times അങ്ങനെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇതൊരു ഭയങ്കര ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ടൊക്കെ എല്ലാം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബൈക്ക് റൈഡിങ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മറ്റേ വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ജോലിയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് പൈസയൊക്കെ സ്വരൂപിച്ച് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ച വണ്ടി ബജാജ് പൾസർ ആയിരുന്നു. പക്ഷേ അത് ഒരു സാബറ്റാജ് ചെയ്യപ്പെട്ട അവസാനം നമ്മളൊരു ബജാജ് പ്ലാറ്റിന എടുത്തു. അത് കുറച്ച് കാലം കൊണ്ട് നടന്നു. പക്ഷേ മെയിനായിട്ട് നല്ല മൈലേജ് ആയിരുന്നു, നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 150 cc അപ്പാച്ചി RTR എടുത്തു. അതായിരുന്നു നമ്മുടെ വൺ ഓഫ് ദ ഫസ്റ്റ് നമ്മുടെ സ്വന്തം വെരി ഓൺ കൈൻഡ് ഓഫ് പെർഫോമൻസ് ബൈക്ക്. നമ്മൾ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ദാറ്റ് ലോവർ എൻഡ് കമ്മ്യൂട്ടർ അല്ലെങ്കിൽ സ്പോർട്ടി കമ്മ്യൂട്ടർ സെഗ്മെൻറ്റ് ഹാസ് റിയലി മച്ചുവർഡ് ടു എ ലെവൽ വെയർ it's actually a very superior product to a lot of ഇവിടെ അമേരിക്കയിൽ കിട്ടുന്ന ഒരു ലോ എൻഡ് ബൈക്കിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ പവർഫുൾ. അഗെയിൻ ഈ റെഫറൻസ് പോയിൻ്റ് ആണ്. നമ്മുടെ ബജാജ് M80 മാത്രം ഓടിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ബജാജ് M80 നല്ല പവറുള്ള വണ്ടിയായിട്ട് തോന്നുമായിരിക്കും. അതേപോലെ ആയിരിക്കും പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു 150 cc വാസ് ലൈക്ക് സഫിഷ്യൻ്റ്ലി പവർഫുൾ എന്നുള്ള നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. ഓബ്വിയസ്ലി അതായത് നമ്മുടെ one of the game changer kind of a power delivery is around like a 40 bhp. Anything with the 40 or 50 bhp is like sufficiently powerful for doing like a long distance touring or doing sporty riding. അപ്പോൾ 40-50 bhp അതാണ് അതിൻ്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അതെൻ്റെ മനസ്സിലാക്കലാണ്. ഞാൻ കുറേ മോട്ടോർ സൈക്കിൾ ജേർണലിസ്റ്റും പറയുന്നത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 40 or 50 bhp ആണ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഹാർലിയുടെയൊക്കെ ഒരു ബേസ് ലെവൽ മോഡൽ Iron 883 ഒക്കെ അതൊക്കെ ഒരു 60 or 70 bhp ആയിരിക്കും. പക്ഷേ അതിന് വെയിറ്റ് അധികം കൂടുതലുണ്ടായിരിക്കും. പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 40 to 50 bhp ലൈറ്റ് വെയ്റ്റ് മോട്ടോർ സൈക്കിൾ, അതാണ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മോട്ടോർ സൈക്ലിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു ലെവൽ ഓഫ് പവറുള്ള ഒരു ബൈക്ക് എടുത്തതെന്ന് വെച്ചാൽ മറ്റേ KTM 390 ആയിരുന്നു. അതും വലിയൊരു കോമഡി കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈഫ് ഇതുപോലെ, ഞാനും എൻ്റെ വൈഫ് ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി എനിക്ക് എങ്ങനെയെങ്കിലും പല സ്ഥലത്ത് നമ്മൾ IT വർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ നാട്ടിൽ വന്ന് അടിഞ്ഞു ചേരണം.
അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഇന്ത്യയിൽ എവിടെ നമുക്ക് ജോലിയാണെന്നുണ്ടെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്ററി മൊമെൻ്റ് അല്ലെങ്കിൽ മൊമെൻറ്റ് വെർ യു ഫീൽ ലൈക്ക് കംപ്ലീറ്റ്ലി അറ്റ് ഈസ് ഓർ അതുപോലെ വെക്കേഷൻ മൂഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ വരുമ്പോഴാണ്. അപ്പോൾ ഈ നാട്ടിൽ വരുന്നത് വലിയൊരു ഒക്കേഷനാണ്. അപ്പോൾ നമ്മൾ എത്ര വേണമെങ്കിലും പൈസ നമ്മൾ ആലോചിക്കത്തേയില്ല. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ്, ട്രെയിന് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, നമ്മൾ പൈസ മുടക്കി നാട്ടിൽ വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സന്തോഷം. അപ്പോൾ അത് കാരണം ഞാൻ ആ സമയത്ത് ഈ നമ്മുടെ വൈഫിനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷമാണ് വൈഫായത്. അപ്പം നമ്മളങ്ങനെ ആദ്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ട്രിവാൻഡ്രത്ത് വരാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഹൈദരാബാദാണ്. അപ്പം പുള്ളിക്കാരത്തിക്ക് ഓക്കെയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഈ കേരളം എന്ന് പറയുന്നത്, കേരളം ഇസ് ലൈക്ക് എനിക്ക് തോന്നുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. എല്ലാവർക്കും ഒരു ദേ വിൽ ഹാവ് ലൈക്ക് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഫോണ്ട് കൈൻഡ് ഓഫ് മെമ്മറി ഓഫ് കേരള. സോ എല്ലാവരും ഈ ചെറുപ്പകാലത്ത് ഇതുപോലെ വെക്കേഷനൊക്കെ ആയിരിക്കും കേരളത്തിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഓൾദോ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ്, ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ലോട്ട് ലെസ്, ബട്ട് സ്ലൈറ്റ്ലി ലെസ് ദാൻ വാട്ട് ഐ വാസ് ഗെറ്റിംഗ് ഇൻ Pune. But obviously there is like this cost of living difference, right? Pune is much more expensive city because it's like a college town and proximity to the financial hub of India, Mumbai, when a lot of money circulating around. So അതുപോലെ റിയൽ എസ്റ്റേറ്റ് എല്ലാ കാര്യങ്ങളും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ എല്ലാം കോംപ്രമൈസസുകളൊക്കെ എല്ലാം സഹിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തെത്തി സെറ്റിൽഡ് ആയിരുന്നു. അങ്ങനെയാണ് നമുക്ക് വീണ്ടും, അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ കാർ എടുക്കും. അതുവരെ നമ്മൾ ഈ കൊച്ചിലെ തൊട്ട് ബൈക്കൊക്കെ ഓടിച്ച് ഓക്കെ, യു തിങ്ക് ദാറ്റ് യു ഹവ് ഡൺ ഇനഫ് മോട്ടോർ സൈക്ലിംഗ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്ത്, നമുക്ക് വി ഹാവ് മൂവ് ടു ദ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫ്. അപ്പോൾ നമുക്ക് കാറുണ്ട്, ഫാമിലി ഉണ്ട്, കുറേയധികം ഇങ്ങനെ നമുക്ക് യാത്രകളൊക്കെ ചെയ്യാം കാറിൽ. ഇച്ചിരിയും കൂടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം. മഴ ഒന്നും വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, വെയിലുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, AC ഉണ്ട്, അവൻ്റെ ഹൈവേയിലൊക്കെ നല്ല സ്റ്റേബിളായിട്ട് പോകാം. അങ്ങനെയൊക്കെ എല്ലാം വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ, ദ മോട്ടോർ സൈക്ലിംഗ് ഫേസ് ഓഫ് മൈ ലൈഫ് ഇസ് ഓവർ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് നമ്മുടെ വൈഫ് ഒരു ഇങ്ങനെ എന്താ പറയുക, അവിടെ ട്രിവാൻഡ്രത്ത് ഇരുന്ന് മടുക്കുമ്പോൾ പുള്ളിക്കാരത്തി, ട്രിവാൻഡ്രം ഒരു സ്ലീപ്പി ടൗൺ ആണ്. അപ്പം നമുക്കൊരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും അവിടുത്തെ എല്ലാ കടകളുമൊക്കെ എല്ലാം അടച്ചിട്ടുണ്ടാവും. അപ്പം ഈ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഹൈദരാബാദും അതുപോലത്തെ ഒരു മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് തുടങ്ങുന്നത് തന്നെ ഒരു ഈവനിങ് ആണ് ഈ കടകളൊക്കെ എല്ലാം തുറക്കുന്നത്. അവർ കുറേ ഇതുപോലെ പബ്സ്, ഇതുപോലത്തെ കുറേ ഈ ലേറ്റ് നൈറ്റ് പാർട്ടീസ്, DJs, അങ്ങനത്തെ നല്ല വൈബ്രൻറ്റ് നൈറ്റ് ലൈഫുള്ള സ്ഥലങ്ങളാണ് ഈ ഹൈദരാബാദ്, ബാംഗ്ലൂർ, മുംബൈ ആൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ചെന്നൈ. അപ്പോൾ ചെന്നൈ is like more conservative, but Hyderabad is a mix of a lot of things because you have a section of society which is very conservative. You have that old city, അവിടെ നല്ല കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അതേപോലെ തന്നെ യു ഹാവ് ഹൈടെക് സിറ്റി, ഇതുപോലെ അത്രയും നല്ല ഒരു ഹാപ്പനിങ് സ്ഥലമാണ്. അപ്പം പുള്ളിക്കാരത്തിക്ക് ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ, പുള്ളിക്കാരത്തിക്ക് ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു മടുപ്പായിരുന്നു. അപ്പം അവർ ദ വേ വി സർവൈവ്ഡ് ദിസ് ലൊക്കേഷൻ, വി എന്നല്ല, ഐ വാസ് സെലിബ്രേറ്റിംഗ്, ബട്ട് ദ വേ ഷീ സർവൈവ്ഡ് ദിസ് റീലൊക്കേഷൻ വാസ് ടു go back to Hyderabad every once in 6 months or something. അപ്പോൾ അവൾ അവിടെ പോയി ഒരു 2-3 മാസം നിൽക്കും. അപ്പം നമുക്ക് എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് കുറച്ച് ബോറടിക്കും. ഒരു ആദ്യത്തെ 1-2 ആഴ്ച ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും. നമ്മുടെ ഈ അവിടെ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് നമ്മുടെ സ്കൂൾ മേറ്റ്സൊക്കെ എല്ലാം ഉണ്ട്. പീറ്ററളിയ കേൾക്കുന്നുണ്ടെങ്കിൽ, പീറ്ററളിയ യു ആർ ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഫോർ മീ. ഓക്കെ, പുള്ളിക്കാരൻ പീറ്റർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു കൂട്ടത്തിലൊരു കഥാപാത്രമുണ്ട്. അയ്യോ, ലൈക്ക് ഹീസ് കംപ്ലീറ്റ്ലി ചിൽഡ് ഔട്ട് വൈബുള്ള ഒരു വ്യക്തിയാണ്. അവന് ഒരിക്കലും എന്തിനെക്കുറിച്ചും ആലോചിച്ചൊന്നും ടെൻഷനായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം അതുപോലത്തെ ഒരു വ്യക്തിയാണ് പീറ്ററളിയൻ. അങ്ങനെ പീറ്ററളിയന് ഞാനും പോകുന്നു. അപ്പം പീറ്ററളിയൻ്റെ അടുത്തും ഇതുപോലെ ഒരു Yamaha RX100 ഉണ്ട്. അപ്പം ഇത് കാണുമ്പോൾ നമ്മുടെ വീണ്ടും ഇങ്ങനെ ഒരു മൈൻഡിൽ ഒരു തോട്ട് പ്രോസസ്സ് വരികയാണ്. ഓക്കെ, നൗ വൈ കാൺട്ട് ഐ ജസ്റ്റ് ടേക്ക് എ ബൈക്ക്? ഐ മീൻ ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ലൈക്ക് റെഗുലർ ബോറിങ് കമ്പ്യൂട്ടർ, സോ ഐ ക്യാൻ ടേക്ക് സംതിങ് എക്സൈറ്റിംഗ്. അങ്ങനെയാണ് ദെൻ ഐ ഗോട്ട് കരിസ്മ, ഹീറോണ്ട കരിസ്മ. സോ കരിസ്മ ഒരു
ലൈക്ക് ഇറ്റ്സ് എ കൾട്ട് ക്ലാസിക് ബൈക്ക് അല്ലേ. അപ്പം ഈ കരിസ്മയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മളൊരു ഫുള്ളി ഫെയർഡ്, ഐ മീൻ ഇറ്റ്സ് ആക്ച്വലി നോട്ട് ഫുള്ളി ഫെയർഡ് ബൈ യൂറോപ്യൻ ഓർ അമേരിക്കൻ സ്റ്റാൻഡേർഡ്. ഇറ്റ്സ് ആക്ച്വലി എ സെമി ഫെയർഡ് കൈൻഡ് ഓഫ്. ഇറ്റ് ഡസ് ഹാവ് ലൈക്ക് എ ഫെയറിങ്, ബട്ട് അതൊരു ഫുള്ളി എഞ്ചിനൊന്നും കവർ ചെയ്യുന്നില്ല. യു സ്റ്റിൽ ക്യാൻ സീ ദ എഞ്ചിൻ. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ കൈൻഡ് ഓഫ് ഫാസ്റ്റ് സ്പോർട്സ് ബൈക്ക്. ഓക്കെ, ഒരു യെല്ലോ കളർ കരിസ്മ. അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് ഈ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ നോക്കുന്നു. അപ്പോൾ ഈ സാധനം ലൈക്ക് ഇറ്റ് ലുക്സ് സോ ഇമാക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ വെരി ഗുഡ് പെയിൻറ്റ് ജോബ്, ഇറ്റ്സ് വെരി വെൽ മെയിൻറ്റൈൻഡ്. ഐ മീൻ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഐ ക്യാൻ പേ എ ലോട്ട് ഓഫ് മണി ഫോർ ദിസ്. ബട്ട് ആ സമയത്ത് അറൗണ്ട് 35,000 rupees ആയിരുന്നു അതിനുണ്ടായിരുന്നത്. ഐ മീൻ ഐ വിൽ ഹാവ് ടു സേ ഓക്കെ, ആ സമയത്ത് ലൈക്ക് മൈ വൈഫ് സെഡ് ഓക്കെ ജസ്റ്റ് ഗോ ഹെഡ് ലൈക്ക് ഗെറ്റ് ഇറ്റ്. അപ്പം എനിക്കറിയത്തില്ല, ഐ മീൻ ഐ ഹാവ് ടു റിയലി താങ്ക് ഹർ ബിക്കോസ് ഇൻഫാക്ട് ഷീ ആക്ച്വലി ഗേവ് മീ ഹാഫ് ദ മണി ഫോർ ഗെറ്റിംഗ് ദ ബൈക്ക്. ഓക്കെ, സോ അതൊക്കെ എല്ലാം ലൈക്ക് ഐ വാസ് സോ ലക്കി. ഓക്കെ, സോ ഞാനങ്ങനെ അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു അപ്രൂവൽ ഉണ്ടായിരുന്നു. ഐ മീൻ ഷീ ഈസ് നോട്ട് വെരി എക്സൈറ്റഡ് അബൌട്ട് ഗെറ്റിംഗ് ദ മോട്ടോർ സൈക്കിൾ, ബട്ട് ഷീ ന്യൂ ഹൗ എക്സൈറ്റഡ് ഐ വാസ് അബൌട്ട് ഗെറ്റിംഗ് ദാറ്റ് മോട്ടോർ സൈക്കിൾ. ഓക്കെ, അപ്പം പുള്ളിക്കാരത്തിയുടെ അപ്രൂവൽ ഉണ്ടായിരുന്നു, കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ബൈക്ക് എടുത്തു. ഓക്കെ, 35,000 rupees ആ ബൈക്ക് എടുത്തു. അപ്പോൾ ആ ബൈക്ക് എടുത്ത് കുറച്ച് ദിവസം നല്ല രസമായിരുന്നു. ഓക്കെ, ബട്ട് ദാറ്റ് ബൈക്ക് ഹാസ് ബീൻ നത്തിങ് ബട്ട് അതൊരു ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ബൈക്ക് ആയിരുന്നില്ല, ഒരു കാർബറേറ്റഡ് ബൈക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ കോൾഡ് സ്റ്റാർട്ട്. ഓക്കെ, സോ രാവിലെ എണീറ്റ് ഈ സാധനം ഉടനെ ക്രാങ്ക് ചെയ്യത്തില്ല. ഐ മീൻ ഹാഡ് ഇലക്ട്രോണിക് സ്റ്റാർട്ട്സ് ആൻഡ് ഓൾ. ഇപ്പോൾ ഇതിൽ കിക്ക് സ്റ്റാർട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ സാധനം ചിലപ്പം സ്റ്റാർട്ടാവാൻ കുറേ താമസിക്കും. അപ്പോൾ നമ്മൾ ചോക്കൊക്കെ ഇടും. പക്ഷേ വൺസ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓക്കെ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇത് ഇറ്റ് വാസ് ലൈക്ക് എ റിലേറ്റീവ്ലി ന്യൂ ബൈക്ക്. സോ ദിസ് വാസ് what I'm talking about is like in the 2013 or something, 2012 or 2013. ഇതൊരു 2008 മോഡലായിരുന്നു. അപ്പം ഇറ്റ്സ് ലൈക്ക് ഹാർഡ്ലി 4 or 5 year old. ഓക്കെ, അപ്പം ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് that many issues, and this is supposed to be a flagship motorcycle for Hero Honda. അപ്പോൾ ഞാൻ അവിടെ ഷോറൂമിൽ, ഐ മീൻ വൺ ഗുഡ് തിങ് അബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷോറൂം പീപ്പിൾ, റൈറ്റ്? സോ ദ സർവീസിങ് ഈസ് ആക്ച്വലി വെരി ഗുഡ്. ദ സർവീസിങ്, ദി ആക്ച്വൽ ലേബർ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് വെരി ഗുഡ്. ദ ആർ വെരി ഗുഡ് കോമ്പിറ്റൻറ്റ് കൈൻഡ് ഓഫ് മെക്കാനിക്സ് എല്ലാം ഉണ്ട്. അപ്പം അവർ ഈ സാധനം എടുത്ത് റിപ്പയർ ചെയ്യുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ലൈക്ക് കുറച്ച് ദിവസം ഇറ്റ്സ് ഫൈൻ, അവർ എല്ലാം ചെയ്യുന്നു കേട്ടോ. അവർ ദേ റീപ്ലേസ് എ ലോട്ട് ഓഫ് പാർട്സ് ആൻഡ് എവറിത്തിങ്. സോ ഫൈനലി ഐ ഗേവ് ലൈക്ക് ബിഗ് റിവ്യൂ ആൻഡ് ഓൾ. ഇപ്പോൾ ഇതുപോലെ ഇത് ഹീറോ ഹോണ്ടയ്ക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. ഐ മീൻ സംബഡി റീച്ച്ഡ് ഔട്ട് ഫ്രം ഹീറോ ഹോണ്ട ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ടോൾഡ് മീ ദാറ്റ് ദേ വിൽ വർക്ക് ഓൺ ഫിക്സിങ് ഇറ്റ്. അപ്പം ലൈക്ക് ആഫ്റ്റർ ലൈക്ക് ദാറ്റ് വാസ് എ ബിഗ് പെയിൻ, റൈറ്റ്? സോ ദാറ്റ് കൈൻഡ് ഓഫ് jaded that experience of riding for a while, but that was a thoroughly enjoyable motorcycle. So അതിൽ ഞാൻ ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് പോയിട്ടുള്ളതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ടു പാലക്കാട് നമ്മൾ പോയി തിരിച്ചു വന്നു. I think that's the only long distance riding that I did, and like the comfort was like unparalleled. അപ്പോൾ അതുവരെ നമ്മുടെ MIT-യിൽ കൊട്ടാരക്കര ടു ട്രിവാൻഡ്രം വരുമ്പോഴത്തേക്ക് നമ്മളൊരു പരുവാവും. പക്ഷെ അതുപോലൊന്നുമല്ല. അപ്പം സ്പീക്കിംഗ് ഓഫ് വിച്ച്, നമ്മുടെ വീട്ടിൽ ഒട്ടും റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ലൈസൻസ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബൈക്കൊക്കെ എടുത്ത് പോകുമായിരുന്നു. അപ്പം ബൈക്ക് എടുത്ത് ഈ ചില്ലറ യാത്രയല്ല, നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് പോയി ട്രിവാൻഡ്രത്ത് പോയി പടമൊക്കെ കണ്ടിട്ടൊക്കെ തിരിച്ചു വരും. അപ്പോൾ ഇത് ലൈക്ക് ഇത് എൻ്റെ അത്രയും ഒരു പക്ഷേ ഫ്രീഡമൊക്കെ ഉണ്ടായിരുന്ന ഒരു വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബൈക്ക് എടുത്തു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഫ്രസ്ട്രേറ്റഡായി. പിന്നെ ഓൾമോസ്റ്റ് ഒരു 2 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് ഞാൻ 35 വാങ്ങിച്ചു. ഓൾമോസ്റ്റ് 37 ഞാനത് കൊടുത്തു. ഐ മീൻ സംഹൗ ലൈക്ക് ഐ ഗോട്ട് എ വെരി ഗുഡ് ഡീൽ ഐ വുഡ് സേ. ബട്ട് നമ്മൾ വാങ്ങിച്ചതിനേക്കാളും വളരെ ബെറ്ററായിട്ട് തന്നെയാണ്. കാരണം ഞാൻ അതിനകത്ത് കുറേ പാർട്സൊക്കെ എല്ലാം മാറ്റിയിരുന്നു. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. പിന്നെ അതിനുശേഷം നമുക്ക് ഐ ഡയറക്ട്ലി അപ്ഗ്രേഡഡ് ടു KTM 390. ഓക്കെ, അപ്പോൾ KTM 390 കുറിച്ച് നെക്സ്റ്റ് വ്ളോഗിൽ സംസാരിക്കാം. ഓക്കെ ഗൈസ്, ഹാവ് എ വണ്ടർഫുൾ റെസ്റ്റ് ഓഫ് ദ ഡേ. ടേക്ക് കെയർ, സ്റ്റേ പോസിറ്റീവ്.